കോവയ്ക്ക ഉള്ള സമയത്ത് ഇതുപോലെ ഒരു ഡിഷ് വെച്ച് നോക്കിക്കോളൂ. രുചികരമായ കോവയ്ക്കാപ്പീര. മീൻ കിട്ടാത്ത സമയത്തോ മീൻ കഴിക്കാൻ പറ്റാത്ത സമയത്തോ ഇതുപോലെ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു മീൻ പീര കഴിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടും. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മീൻ പറ്റിക്കുന്നത് പോലെ തന്നെ ചട്ടിയിൽ വയ്ക്കുക. ഒരു 5-6 പച്ചമുളക് ചേർക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 കൂടുതൽ ചേർക്കാം. 2 ടീസ്പൂൺ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർക്കുക. ഇനി ചെറുള്ളി അരിഞ്ഞത് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 15 എണ്ണത്തോളം ഉണ്ടാകും. ഇനി കുറേയേറെ കറിവേപ്പില ചേർക്കുക. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നല്ല കളർ വേണമെങ്കിൽ ഒരല്പം കൂടി മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കാം. ഇനി വറുത്ത് പൊടിച്ച ഉലുവായുടെ പൊടി ഒരു 1/4 സ്പൂണേ ചേർക്കുന്നുള്ളൂ, ഒത്തിരി ചേർക്കരുത്. പീരയ്ക്ക് തേങ്ങ വേണമല്ലോ, ഇനി തേങ്ങ ചേർക്കുക. ഒരു 1/4 കപ്പ് തിരുമ്മിയ തേങ്ങ ചേർക്കുക. ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുക, പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 2 കഷ്ണം കുടംപുളി എടുത്തിട്ട് കീറിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തോടു കൂടി തന്നെ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇനി ഇത് കൈവച്ച് തന്നെ നല്ലവണ്ണം ഞെരടിയെടുക്കുക. ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ഞെരിടണം. ആ വെളിച്ചെണ്ണയും ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെളിയിൽ വരുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഞെരടിയെടുക്കുക. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത്. ഇപ്പം ഞാൻ 1 കപ്പിന് ഒരല്പം താഴെയായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കോവയ്ക്ക ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കോവയ്ക്ക. ഇത് 375 ഗ്രാം ഉണ്ട്. ഈ ഒരു പീരയുടെ അളവിന് 400 ഗ്രാം വരെ ചേർക്കാവുന്നതാണ്. കോവയ്ക്ക കപ്പ് അളവിന് പറയുകയാണെങ്കിൽ ഒരു 3.25 കപ്പോളം അരിഞ്ഞ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആവില്ല, കാരണം നമ്മൾ അരിയുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. എന്നാലും ഞാൻ എടുത്തതിൻ്റെ ഒരളവ് കാണിക്കുന്നത് മാത്രം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോവയ്ക്ക എടുക്കുമ്പോൾ പഴുത്തിങ്ങനെ പുളിയായതും മൂത്ത് കുരുവൊക്കെ ഒരുപാട് കട്ടിയുള്ളതും ഒന്നും എടുക്കാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് എളുപ്പമായിട്ടുള്ള എടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഒരല്പം വെള്ളം കൂടി ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 1 കപ്പിന് കുറച്ച് താഴെയായിട്ടല്ലേ വെള്ളം ചേർത്ത്. അപ്പോൾ ആ ഒരു കപ്പ് വരുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. കോവയ്ക്ക വേകണം, പൊടിയൊക്കെ പിടിച്ച് നല്ലോണം വേകണം. ആ ഒരു പാകത്തിനാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. വീണ്ടും 1 സ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ പീര കുറവായിട്ടുള്ള പോലെ തോന്നും. കോവയ്ക്ക നല്ലോണം വെന്തതിന് ശേഷം ഒന്ന് ചുരുങ്ങി വരും. അപ്പോൾ ഇത് പീര കറക്റ്റായിരിക്കും. ഇനി നല്ലവണ്ണം ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ഇനി ഇത് അടുപ്പിലോട്ട് മാറ്റാം. തീ അല്പം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ മൂടി വെച്ച് വേവിക്കാം. അടിയിൽ വെള്ളമുള്ളത് കാരണം ആദ്യമേ ഒന്നും അടിക്ക് പിടിക്കില്ല. നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ.
തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റിനുള്ളിൽ റെഡിയാകും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. കുറേശ്ശെ വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഒഴിച്ച വെള്ളം ഒരു 3/4 വെന്ത് കഴിയുമ്പോഴത്തേന് തീ ഒരൽപ്പം കുറച്ച് വെച്ചുകൊണ്ട് വേവിക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഒരൽപ്പം വെള്ളം കൂടെ വറ്റാനുണ്ട്. ഒത്തിരി വെള്ളവും ആകരുത്. മീനൊക്കെ ആകുമ്പോൾ മീനിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതാകുമ്പോൾ കോവയ്ക്കകത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളമായിരിക്കും കണക്കിനുള്ളത്. ഇത് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ വറ്റിച്ചെടുക്കുന്ന അതേപോലെ തന്നെ ഇളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളി ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അഥവാ ഇതുപോലെ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 2 കഷ്ണം പുളി എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അത് ഇരുന്ന് കഴിയുമ്പോൾ കൂടുതൽ പുളിയായിപ്പോവും. ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പാകത്തിന് കോവയ്ക്ക വെന്തോ ഇല്ലയോ എന്നൊന്ന് കടിച്ച് നോക്കുക. അഥവാ വെള്ളമെല്ലാം വറ്റി കോവയ്ക്ക പാകമായി വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ തളിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒരു 3-4 മിനിറ്റ് കൂടെ വേകാനായിട്ട്, എത്രയും വേണോ അത്രയും വേകാനായിട്ട് മൂടി വയ്ക്കാവുന്നതാണ്. അതായത് ചിലർക്ക് നല്ലവണ്ണം വെന്ത് കിട്ടണം, ചിലർക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ടൊക്കെ ഇരിക്കുന്നതും കുഴപ്പമില്ലാത്തവരുണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. നല്ലൊരു ഡിഷാണ് കോവയ്ക്കാപ്പീര. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കൊക്കെ ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.